നമസ്കാരം. എൻ്റെ പേര് റിജു എന്നാണ്. അപ്പം നമ്മൾ ഇന്നലെ ഒരു ഇത് കണ്ട്. കാരണം രമേശ് നാരായൺ എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ നമ്മുടെ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു ആക്ടറിനെ ഇൻസൾട്ട് ചെയ്യണം. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ആ ആക്ടർ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് നല്ലൊരു സൗമ്യനായ ഭാവത്തിൽ അദ്ദേഹം പയ്യെ ഒന്ന് വഴുതി മാറി നീങ്ങി നിന്ന്. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല സംസാരിക്കണം. തൻ്റെ പണി നോക്കി പോടുമെന്ന് തന്നെ പറയുള്ളൂ. അതേപോലെ തന്നെ ഈ പറഞ്ഞ രമേശ് നാരായൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഗീതജ്ഞൻ എന്നുള്ളൊരു ഭാവം നടിച്ചുകൊണ്ട് വളരെ ഒരു ക്രിയാത്മകമായിട്ട് എന്തോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ്. അല്ലാണ്ട് ജാതി മതവും ഇന്ന് ഈ ലോകത്തില്ല. ഈ ലോകത്തല്ല. ഈ രമേശ് നാരായണൻ വാങ്ങിക്കുന്ന പൈസ മറ്റുള്ള ജനങ്ങളുടെയാണ്. ഏത് ജാതി, ഏത് മതസ്ഥര്, അങ്ങനെയുള്ള എല്ലാവരും ഇയാളുടെ പാട്ട് കേട്ട് പൈസ കൊടുക്കുമ്പോഴാണ് രമേശ് നാരായണന്റെ മറ്റുള്ളവരൊക്കെ ജീവിക്കണം. എങ്ങനെയാണ്? നമ്മുടെ എല്ലാം പൈസ കിട്ടിയിട്ടാണ്. അതിൽ വ്യത്യസ്തരായ മതസ്ഥരുണ്ട്, വ്യത്യസ്തരായ ക്യാരക്ടേഴ്സ് ഉണ്ട്, പാവപ്പെട്ടവരുണ്ട്, അതേപോലെ മുകളിലത്തോട്ടവരുണ്ട്. ഇപ്പൊ ഈ സിനിമാ നടന്മാർക്കൊക്കെ എങ്ങനെ പൈസ കിട്ടണത്? കോടികൾ ഇവർ വാങ്ങിക്കേണ്ടത് ശരിയാണ്, അവർ ആക്ട് ചെയ്യേണ്ട, അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള ഇടത്തരക്കാരിൽ നിന്നും അവർ കയറി കാണുന്ന ഒരു ഇതിൽ കിട്ടുന്ന മണിയാണ് ഈ കിട്ടുന്നത്. അത് കിട്ടി ഇവർ ബെൻസ്, BMW ഒക്കെ ഈ പറഞ്ഞ ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ച് കൂട്ടും. കാണുമ്പോൾ ഭയങ്കര ജാടയെ പോലെയൊക്കെ കാണിച്ച് ഇവർക്ക് പിന്നെ ആരും തിരിച്ചറിയാൻ പറ്റൂല. അതിപ്പോൾ രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയാണ്. ആദ്യം വരുമ്പോൾ ഭയങ്കര പാവമായിട്ട് വരും, പിന്നെ വരുമ്പോൾ അവരുടെ ക്യാരക്ടറൊക്കെ കാണിച്ചുകൊണ്ട് വെറുതെ ഷോ കാണിക്കലൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ രമേശ് നാരായണൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു നടനെയാണ് അദ്ദേഹം. പക്ഷേ ഡീസൻറ്റ് ഒരു ഇതും നല്ലൊരു ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട് അദ്ദേഹം വേറെ റിയാക്ട് ചെയ്തില്ല. അപ്പോൾ ഇതേപോലുള്ള ഇവരെയൊക്കെ നമ്മൾ തിരസ്കരിച്ച് വിടുകയാണ് അതിൽ ഏറ്റവും നല്ല കാര്യം. അതാണ് ഇനി ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇനി പല പ്രമോഷൻ്റെ ഇതിൽ വേണ്ടിയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഇവരെ ആക്ടേഴ്സ് ആണല്ലോ. അതേപോലെ തന്നെ ഒരു സംഗീതജ്ഞൻ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തൊട്ട് സംഗീതജ്ഞനാണ് ഈ പറഞ്ഞ യേശുദാസ് ഉണ്ട്, അതേപോലെ തന്നെ മൈക്കിൾ ജാക്സനൊക്കെ ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സനൊക്കെ സാധാരണ തട്ടിലൊക്കെ ഇറങ്ങി ചെന്ന് ചെയ്യുന്നതാണ്. ഇയാൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മറ്റേ സിംഹത്തിൻ്റെ മടയെന്ന് മോഹൻലാൽ പറഞ്ഞോട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നതുകൊണ്ടാണ് ഇയാൾ പഠിച്ചു ഇറങ്ങിയ പോലെയാണ് ഇയാൾ കാണിക്കണത്. അതേപോലെ തന്നെ ഇയാൾ ആരാണെന്ന് പറയുന്നത് അത് ഇന്ന് രാജഭരണമല്ല മിസ്റ്റർ, ഇതിപ്പോൾ ഒരു കേരളമാണ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും തുല്യനീതിയാണ്. രാജഭരണം കളിക്കുന്നവരൊക്കെ പുറത്താണ്. അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും സംഗീതജ്ഞനായാലും ആരായാലും. പിന്നെ ഈ പറഞ്ഞ ആസിഫ് അലി എന്ന് പറഞ്ഞ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ബിലോ ആവറേജ് ആണെങ്കിലും നമുക്ക് കണ്ടിരിക്കുക. ഒരു ആവറേജ് മനുഷ്യൻ, സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ആവറേജ് ഒരു അവതാരകനായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ചാനൽ ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടെ. ഒരു താല്പര്യവുമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ എന്താണ് ഇങ്ങനെ വിളിക്കുന്നത്? ഇതിലെന്താ തീർത്ഥം വെച്ചിട്ടുണ്ട് കഴുത മോറ? ശരിക്കും വിളിയടാ. പൊതുവേദിയിൽ ഇത്രയും വലിയൊരു നടനെ അപമാനിക്കുന്ന നിലയിലേക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. മതി കുറെ നേരമല്ല തുടങ്ങിയിട്ട്. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. ആസിഫ് അലിക്ക് തോന്നി കാണും, ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോട് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇവിടെ അനൗൺസ് ചെയ്തതിന്റെ ഭാഗമായി എഴുന്നേറ്റ് വന്ന ആസിഫ് അലിയെ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ജീവിതകാലം മുഴുവൻ അയാളെ അതിനെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം.